Good morning to all. In this video, I am going to present seminar on the topic process of identifying lease. IFRIC for determining whether an arrangement contains a lease, which contain two primary criteria for classifying an arrangement as a lease. അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി IFRIC 4-ലാണ് ലീസ് അറേഞ്ച്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് 2 ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ട്. ആ 2 ക്രൈറ്റീരിയ എന്താണെന്ന് സ്പെസിഫിക് അസറ്റ് ടെസ്റ്റും റൈറ്റ് ടു യൂസ് ടെസ്റ്റുമാണ്. First one, specific asset test. The arrangement to be satisfied by explicitly or implicitly identified assets. First one, explicitly or implicitly identified assets ഉണ്ടാവും. ഈ അറേഞ്ച്മെൻറ്റ്സിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമുക്ക് ഈ ക്രൈറ്റീരിയ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്പെസിഫിക് അസറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, റൈറ്റ് ടു യൂസ് ടെസ്റ്റ് ആണ്. This test could be satisfied if any one of the following 2 conditions are satisfied. സെക്കൻഡ് വൺ പറയുന്നത് 2 കണ്ടീഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമുക്ക് ഈ ക്രൈറ്റീരിയ എലിജിബിൾ ആവുള്ളൂ. സോ ആ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the lessee has the ability to right use the assets or direct to others to use the assets and controls more than significant amount output other utility arising out of the assets. ഫസ്റ്റ് വൺ, ലെസ്സിക്ക് ആ ലീസ്ഡ് അസറ്റ്സ് യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവും. അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് ലീസ്ഡ് അസറ്റ് യൂസ് ചെയ്യാനുള്ള അവകാശവും ലെസ്സിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം ഈ ലീസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഔട്ട്പുട്ട് മോർ ദാൻ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ആണെങ്കിൽ ലെസ്സിക്ക് ലീസ്ഡ് അസറ്റ്സ് കൺട്രോൾ ചെയ്യാൻ എബിലിറ്റി ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ പർച്ചേസർ ഹാസ് ദ എബിലിറ്റി ഓർ ദ റൈറ്റ് ടു കൺട്രോൾ ഫിസിക്കൽ ആക്സസ് ടു ദ അണ്ടർലൈയിങ് അസറ്റ്സ് while obtaining or controlling more than insignificant amount of the output or other utility of the assets. Second one, പർച്ചേസർക്ക് ഈ അണ്ടർലൈയിങ് അസറ്റ്സിൻ്റെ മേൽ കൺട്രോൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശം കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയണം. അതായത് ഈ ലീസ്ഡ് അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോർ ദാൻ ഇൻസിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ആണെങ്കിൽ ആ പർച്ചേസർക്ക് ഈ റൈറ്റ് കിട്ടും. ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ. സോ നമ്മൾ 2 ക്രൈറ്റീരിയയും പറഞ്ഞു, ഫസ്റ്റ് ക്രൈറ്റീരിയയും സെക്കൻഡ് ക്രൈറ്റീരിയയും. ഇനി ലീസ് ലയബിലിറ്റി എന്താ നോക്കാം. ലീസ് ലയബിലിറ്റി പറയുമ്പോൾ ലീസ് ലയബിലിറ്റീസ് ഫോളോ ദ സെയിം സെപ്പറേഷൻ റിക്വയർമെൻറ്റ്സ്. ഇഫ് നോട്ട് പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി ആൻ എൻറ്റിറ്റി വുഡ് ഡിസ്ക്ലോസ് ദ നോട്ട്സ് വാട്ട് ലൈൻ ഐറ്റംസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡ് ഫിനാൻസ് ലീസ്, റൈറ്റ് ഓഫ് യൂസ് അസറ്റ്സ് ആൻഡ് വാട്ട് ലൈൻ ഐറ്റംസ് ഇൻക്ലൂഡ് ഓപ്പറേറ്റിംഗ് ലീസ്, റൈറ്റ് ഓഫ് യൂസ് അസറ്റ്സ്. അതായത് സെയിം സെപ്പറേഷൻ ഓഫ് റിക്വയർമെൻറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ലീസ് ലയബിലിറ്റി ചെയ്തിരിക്കണം, സെയിം റിക്വയർമെൻറ്റ്സ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ എൻറ്റിറ്റി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കും. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കുന്നതിൽ ഫസ്റ്റ് ഫിനാൻസ് ലീസിലുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലീസിലുണ്ട്. ഇനി ഫിനാൻസ് ലീസിൽ എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കുന്നത് പറയുമ്പോൾ റൈറ്റ് ടു യൂസ് അസറ്റ്സിൽ മാത്രമായിരിക്കും ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കുക. സെക്കൻഡ് വൺ, ഓപ്പറേറ്റിംഗ് ലീസിൽ ലൈൻ ഓഫ് ഐറ്റംസ് ഓഫ് റൈറ്റ് ടു യൂസ് അസറ്റ്സിലായിരിക്കും ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കുക. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ലെസ്സീസ് യൂസ്ഡ് ഓൺഡ് ആൻഡ് ലീസ്ഡ് അസറ്റ്സ് ഫോർ ദ സെയിം പർപ്പസ് and derives similar economic benefits from their use. ഇപ്പം ലെസ്സി ഓൺ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ലീസ് ആയിട്ടുള്ളത് അസറ്റ്സും എന്നത് ഇപ്പം സെയിം പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റും അതേപോലെ തന്നെ പർപ്പസും ഡിറൈവ് ചെയ്തിരിക്കണം. സെയിം ആയിട്ടുള്ള പേർപ്പസും അതുപോലെ തന്നെ സെയിം എക്കണോമിക് ബെനിഫിറ്റ്സും ഡിറൈവ് ചെയ്തിരിക്കണം. ഇതാണ് ലീസ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രസൻറ്റേഷൻ ഓഫ് ലീസ് എക്സ്പെൻസസ് ഓൺ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ ലീസ് ക്ലാസിഫിക്കേഷൻ. ലീസ് ക്ലാസിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രസൻറ്റേഷൻ ഓഫ് ലീസ് എക്സ്പെൻസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഫിനാൻസ് ലീസും വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് ലീസും വരുന്നുണ്ട്. ഫിനാൻസ് ലീസ് എന്താ നോക്കാം. Separate presentation of interest expenses on the lease liability and amortization of the right of use asset is not required for the finance lease because it is economically similar to a financed asset acquisition.
The portion of lease expense related to interest on the lease liability should be presented with other interest expense. The portion of lease expense related to amortization of right of use asset should be presented with the depreciation expenses. ഇനി എന്താണ് ഫിനാൻസ് ലീസ് നോക്കാം. ഷോർട്ടായി പറയുകയാണെങ്കിൽ ലീസ് എക്സ്പെൻസസും അതേപോലെ അമോർട്ടൈസേഷൻ ഓഫ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്സും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യാതിരിക്കുക. സെപ്പറേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യില്ല. കാരണം എക്കണോമിക്കലി സിമിലർ ആയിരിക്കും ഫിനാൻസ്ഡ് അസറ്റ് അക്വയർ ചെയ്തതുമായി നോക്കുമ്പോൾ. ഫിനാൻസ്ഡ് അസറ്റ്സ് അക്വയർ ചെയ്തതായി നോക്കുമ്പോൾ സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ആ പോർഷൻ ഓഫ് ലീസ് ഓഫ് എക്സ്പെൻസസ് എവിടെയാണ് പ്രസൻറ്റ് ചെയ്യുക? അതർ ഇൻട്രസ്റ്റ് എക്സ്പെൻസസിലാണ് ഇൻട്രസ്റ്റ് ഓൺ എക്സ്പെൻസസ് ഓഫ് ലയബിലിറ്റി പ്രസൻറ്റ് ചെയ്യുക. ഇനി അമോർട്ടൈസേഷൻ ഓഫ് റൈറ്റ് ടു യൂസ് അസറ്റ്സിലുണ്ട്. അതെവിടെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക? ലീസ് ഓഫ് എക്സ്പെൻസസ് ഓൺ ഡിപ്രീസിയേഷൻ എക്സ്പെൻസസിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യാം. രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ എക്സ്പെൻസസ് ഓൺ ലയബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അമോർട്ടൈസേഷൻ ഓഫ് റൈറ്റ് യൂസ് ഓഫ് അസറ്റ്സ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലയബിലിറ്റി നമ്മൾ അതർ ഇൻട്രസ്റ്റ് എക്സ്പെൻസസിൽ പ്രസൻറ്റ് ചെയ്യും. അതേപോലെ അമോർട്ടൈസേഷൻ ഓഫ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്സ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസസിലും പ്രസൻറ്റ് ചെയ്യും. ഇതാണ് ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസാണ്. The lease expenses of an operating lease must be presented as a single operating expenses in income from continuing operation. ഓപ്പറേറ്റിംഗ് ലീസിലാണെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് ലീസിൽ ലീസ് എക്സ്പെൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് ലീസിൽ ലീസ് എക്സ്പെൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് ലീസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ രണ്ട് ലീസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസ് പേയ്മെൻറ്റ്സ് ഓൺ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലീസ് ക്ലാസിഫിക്കേഷൻ. ലീസ് ക്ലാസിഫിക്കേഷന് ഡിപ്പെൻഡ് ചെയ്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസ് പേയ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിലും രണ്ട് തരത്തിൽ വരുന്നുണ്ട്, രണ്ട് ലീസ് വരുന്നുണ്ട്, ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസും. ഫിനാൻസ് ലീസ് എന്ന് പറയുമ്പോൾ the principal portion should be classified as financing activities and related interest expenses is classified similarly as interest paid. അതായത് പ്രിൻസിപ്പൽ പോർഷൻ ഓഫ് ലീസ് പേയ്മെൻറ്റ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ക്ലാസിഫൈ ചെയ്യും. പ്രിൻസിപ്പൽ പോർഷൻ ഓഫ് ലീസ് പേയ്മെൻറ്റ് എവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ക്ലാസിഫൈ ചെയ്യും. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് പെയ്ഡിൽ ക്ലാസിഫൈ ചെയ്തിരിക്കും. ഇൻട്രസ്റ്റ് പെയ്ഡ് പോലെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുമ്പോൾ ലീസ് പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡ് വേരിയബിൾ പേയ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് വിത്തിൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എക്സെപ്റ്റ് ഫോർ എക്സ്പെൻഡിച്ചേഴ്സ് ടു മേക്ക് ദ അസറ്റ്സ് റെഡി ഫോർ യൂസ്. അതായത് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ കേസിൽ പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ലീസിൽ ലീസ് പേയ്മെൻറ്റ്സിൽ വേരിയബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഈ വേരിയബിൾസ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയായി ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യും. പക്ഷേ അസറ്റ്സ് റെഡി ടു യൂസ് ചെയ്യാൻ പറ്റാത്ത ചില എക്സ്പെൻസസ് ഇൻകർ ചെയ്യും. ആ എക്സ്പെൻഡിച്ചറിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാതെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഒരെണ്ണം മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അസറ്റ് റെഡി യൂസ് ചെയ്യുന്ന എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നത്, അത് മാത്രം നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാതെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. മൂവിങ് ആൻഡ് റിലേറ്റഡ് സെറ്റപ്പ് കോസ്റ്റ് വിച്ച് വുഡ് ബി ക്ലാസിഫൈഡ് ആസ് ആൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതിന് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൂവിങ് ആൻഡ് റിലേറ്റഡ് സെറ്റപ്പ് കോസ്റ്റ് ഇതിനെ നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഐഡൻറ്റിഫൈ ലീസ് പഠിച്ചു, പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈ ലീസ് പഠിച്ചു, പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ലീസ് ക്ലാസിഫിക്കേഷനും അതുപോലെ ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസും പറഞ്ഞു.
പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അതുപോലെ തന്നെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് ലീസും അതുപോലെ തന്നെ ഫിനാൻസ് ലീസും. സോ താങ്ക് യു.